എല്ലാവർക്കും സുഖല്ലേ? മാമയ്യാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായ വെള്ളരിയാണ്. ഒരു മായവും ചേർക്കാത്ത നല്ല ഫ്രഷ് വെള്ളരി. അതുകൊണ്ട് നമുക്കൊന്നൊരു തോരൻ ഉണ്ടാക്കാം. ഇതാ നമുക്കിതുപോലെ ഈ തൊലിയൊക്കെ ഒന്ന് കളയേ. വെള്ളരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച വെള്ളരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ വെള്ളരി നന്ന വലുതൊന്നുമില്ല, അല്പം ചെറുതാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ മാത്രമുണ്ട്. ഞാനും ഹസ്ബൻഡും 2 ചെറിയ മക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ മാത്രം ഈ വെള്ളരി ഉണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വറവിടേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് നമ്മുടെ ചെറിയ ഉള്ളി 2-3 അല്ലി ചെറിയ ഉള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക, നന്നായി മൂപ്പിച്ചെടുത്ത് അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ചെറു ചൂടിൽ 2 മിനിറ്റ് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇതാ ഇവിടെ നല്ല നാടൻ വെള്ളരിക്കാത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്നെന്നും പറയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.